ഞാനും ഞങ്ങളും പോലീസിലെ കുറച്ച് പച്ച വെളിച്ചക്കാരുമായി കേരളത്തിൽ വാണ് കാണിക്കാമെന്നാണ് CPMൻ്റെ പേരിൽ രൂപം കൊണ്ട പുതിയ ചാവേർപ്പട പറയുന്നത്. റേറ്റിംഗിൽ മുന്നിലെന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലിൻ്റെ പിൻബലത്തിൽ മരം കൊള്ളക്കാരെയും സ്വർണ്ണക്കടത്തുകാരെയും കൂട്ടുപിടിച്ച് ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനന ബിസിനസ് ചെയ്യുകയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന PV അൻവർ MLA 12 ദിവസക്കാലം ഉണ്ടാക്കിയ കോളിളക്കത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട മലപ്പുറം പോലീസിൽ നടത്തിയ അഴിച്ചുപണിയോടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന സിമിയുടെ പ്രവർത്തകനായിരുന്ന മുൻമന്ത്രി KT ജലീലിനെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെ അടക്കം പിൻബലത്തിൽ അൻവർ നടത്തിയ പടവെട്ടിന് പിന്നിൽ വർഗീയ വിഷം ചീറ്റലാണ് നടക്കുന്നത്. പോലീസിൽ RSSകാരുണ്ടെന്നും അവരാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നും ചീറ്റിയടിച്ച അൻവർ പോലീസിലെ PFIക്കാരെ പറ്റി മാത്രം ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കേരളത്തിൽ NIA നടത്തിയ റെയ്ഡുകളിൽ PFI നേതാക്കളും കള്ളപ്പണവും പിടികൂടിയതിൻ്റെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടനാഴികളിലൂടെ കടത്തിയ സ്വർണം പിടികൂടിയതിൻ്റെയും പകവീട്ടൽ കൂടിയാണ് മലപ്പുറം സംഭവത്തോടെ കേരളത്തിൽ നടന്നിരിക്കുന്നത്. പച്ച വെളിച്ചക്കാർക്ക് കേരളത്തിൽ എന്തും ചെയ്യാനുള്ള പച്ചവഴി വെട്ടിത്തുറന്നിരിക്കുകയാണ് അൻവർ. കേരളത്തിൽ RSS വളരുന്നതിൻ്റെ വർഗീയതയാണ് പച്ച വെളിച്ചത്തിൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് അൻവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുവിൻ്റെ പേരിലുള്ള ഓരോ പോലീസുകാരനെയും സ്ഥലം മാറ്റുമ്പോഴും സസ്പെൻഡ് ചെയ്യുമ്പോഴും പഴയ സിമിക്കാരൻ്റെ വിക്കറ്റ് വീണെന്ന കൂകിവിളി ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നുണ്ട്. സത്യത്തിൽ അൻവറിൻ്റെയും ചാവേർപ്പടയുടെയും ലക്ഷ്യം കേരളത്തിൽ ഒരിക്കലും നടക്കാത്ത സത്യമാണ്. കേരളത്തിൽ ഭീകരത വളർത്താൻ ശ്രമം നടത്തി വരുന്നവരും അവരുടെ പിമ്പുകളും അവരെ സഹായിക്കുന്നവരും അഴിക്കുള്ളിലേക്ക് തന്നെ പോവും. അവൻ മരം കൊള്ളക്കാരൻ്റെ പണത്തിലും സ്വർണ്ണക്കടത്തുകാരൻ്റെ പണത്തിലും വളർന്നവരാണോ അൻവറിൻ്റെ ചാവേർ കരടികളാണോ എന്നൊന്നും NIA നോക്കില്ല. റോയും IBയും വരെ ശക്തമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലും വിധ്വംസക ശക്തികൾ കേരളത്തിൽ പിടിമുടിക്കുന്നു എന്നതാണ്. RSS നേതാക്കളെ ADGP അജിത് കുമാർ എന്തിന് കണ്ടതെന്ന് പോലും തിരക്കാതെ DGP കസേര മോഹം പൂണ്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞവ അപ്പടി ശരിയെന്ന് കരുതി പൊതുജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞ അപഹാസ്യമായ അൻവർ MLA അജിത് കുമാറിലും P ശശിയിലും പോലും കണ്ടത് ഹിന്ദു നാമധേയരായ ബഹുഭൂരിപക്ഷത്തിൻ്റെ അജണ്ടയുമായുള്ള പകവീട്ടലാണ്. അൻവറിൻ്റെ പല ആരോപണങ്ങളും അൻവർ ADGPയെ പറ്റി പറഞ്ഞത് മൊത്തം കളവാണെന്ന് തിരിച്ചറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വാങ്ങി വെച്ചാണ് അന്വേഷണം നടക്കട്ടെ എന്ന സാങ്കേതികത്വം പിണറായിയുടേതായി പുറത്തു വരുന്നത്. തുരുതുര അൻവർ ശരങ്ങൾ തൊടുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞ വസ്തുത സത്യമാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഭരണകക്ഷി MLAയുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ മുഖ്യമന്ത്രി ചട്ടുകമായി മലപ്പുറം ജില്ലയിലെ പോലീസുകാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. PV അൻവർ പോലീസ് സമ്മേളന വേദിയിൽ വെച്ച് അവമാനിച്ച മലപ്പുറം SP A ശശിധരനെ ഉൾപ്പെടെയാണ് സർക്കാർ മാറ്റിയത്. ഏറെ വിവാദമായ മരം മുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ താനൂർ DYSP ബെന്നിയെയും സർക്കാർ സ്ഥലം മാറ്റി. റിപ്പോർട്ടർ ചാനലിനെയും അൻവറിനെയും സന്തോഷിപ്പിക്കുകയായിരുന്നു. അൻവറിൻ്റെ അനിഷ്ടത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ മൊത്തം മാറ്റിക്കൊടുത്ത് അൻവറിനും മരം കൊള്ളക്കാരനും സർക്കാർ സ്വർണ്ണക്കടത്തുകാരനും ഇവരുടെ പണത്തിൽ സംസ്ഥാനത്ത് കൊഴുക്കുന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾക്കും പിണറായി സർക്കാർ വളമിട്ട് കൊടുക്കുകയാണ്. അതിനി മരുമോൻ റിയാസ് പറഞ്ഞിട്ടായാലും മകൾ വീണ പറഞ്ഞിട്ടായാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ശേഷിക്കുന്ന വിശ്വാസത്തെ ഹനിക്കലാണത്. പിണറായിയും CPMും പടുകുഴിയിൽ വീഴുമെന്ന് ഉറപ്പാക്കുകയാണത്.